അറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം. എന്തുകൊണ്ട് രാജവിദ്യ എന്നാണെങ്കിൽ, ഏതൊരു വിദ്യയാണോ, ഏതൊരു വിദ്യ കൊണ്ട് എല്ലാറ്റിനെയും അറിയപ്പെടുന്നുവോ അതുകൊണ്ടത് രാജവിദ്യയാണ്. ഏതൊന്നറിഞ്ഞാൽ യജ്ഞാത്വ, ഏതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും അറിയാൻ ബാക്കിയുണ്ട് എന്ന് ശേഷിക്കാത്ത വിധത്തിലുള്ള അറിവ്. അതിനെയാണ് ഉപനിഷത്ത് പറയുക ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം. അതിനെയാണ് ഇവിടെ രാജവിദ്യ എന്ന് പറഞ്ഞത്. രാജഗുഹ്യം. എന്തുകൊണ്ടത് രാജഗുഹ്യം? ഈ വിഷയം, ഈ ജ്ഞാനത്തിലെ വിഷയം എന്ന് പറയുന്നത് ആത്മസംബന്ധിയാണ്. അതെന്തല്ല, ബാഹ്യവസ്തുക്കളെ സംബന്ധിക്കുന്നതല്ല. അതുകൊണ്ട് അത് തികച്ചും ആന്തരികവും വൈയക്തികവുമാണ്. നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു സയൻസും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. സയൻസിൽ ഒരു കണ്ടെത്തൽ ഒരാൾ ഒരിക്കലും നടത്തിയാൽ അത് മുഴുവൻ ലോകത്തിന് ഗുണപരമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഒരാൾ കണ്ടെത്തിയോണ്ട് ഇല്ല, അത് ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് അതെന്താണ്? രാജഗുഹ്യമാണ്, രഹസ്യങ്ങളിൽ രഹസ്യമാണ്, അത് ആന്തരികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പവിത്രം. എന്തുകൊണ്ട് പവിത്രം? അത് ഏതെങ്കിലുമായിട്ട് മറ്റൊന്നിനെ അപേക്ഷിച്ച് നിൽക്കുന്നതല്ല. ഒന്നിൻ്റെയും ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതോ അതിനേതെങ്കിലും വിധത്തിലുള്ള സംബന്ധമുള്ളതോ അല്ല. അതുകൊണ്ട് എന്താണത്? പവിത്രമാണ്, ഉത്തമം, ഉത്കൃഷ്ടമാണ്, അത് പരമമായ ഉന്നതിയെ പ്രാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഉത്തമമാണ്. പ്രത്യക്ഷാവഗമം. എന്തുകൊണ്ട് പ്രത്യക്ഷാവഗമം? ഇത് പ്രത്യക്ഷ പ്രമാണത്തോട് കൂടിയിട്ടുള്ളതാണ്, ഓരോരുത്തർക്കും അനുഭവവേദ്യമാണ്. ഉപനിഷത്തിൽ പറഞ്ഞ ഇഹ ചേതവേദീത് അധസത്യമസ്തി ന ചേതിഹാവേദീത് മഹതീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി. ആരാണ് അമൃതന്മാരായിത്തീരുന്നത്? ഇവിടെ ഇപ്പോൾ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രം. അല്ലെങ്കിലോ മഹതീ വിനഷ്ടി. അപ്പോൾ ഇതെന്താണ്? പ്രത്യക്ഷാവഗമം, ധർമ്മ്യം. എന്താണ്? ശ്രേയസ്സിനുതകുന്നതാണ്. അതേസമയം ഇതെന്താണ്? ധർമ്മസംബന്ധവുമാണ്, മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കുന്നതുമല്ല. നാരായണ ഗുരുദേവൻ്റെ അപരന് സുഖത്തിനായി വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഭഗവാൻ ഈ രാജവിദ്യ രാജഗുഹ്യം എന്ന ഏതൊന്നാണോ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, എങ്ങനെയുള്ള നിനക്ക്? അനസൂയവേ, അസൂയ ഇല്ലാത്ത നിനക്കായിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. തുടർന്ന് ഇതിൽ രാജവിദ്യ രാജഗുഹ്യം, പവിത്രമിതമുത്തമം, പ്രത്യക്ഷാവഗമം, ധർമ്മ്യം, സുസുഖം കർത്തുമവ്യയം. ഇത്രയും പറഞ്ഞു. മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക്, 9-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്മനി. അശ്രദ്ധധാനാഃ പുരുഷാഃ അസ്യ ധർമ്മസ്യ ഹേ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്മനി. അർജുനനെ വിളിക്കുക, ഹേ പരന്തപ. ഈ പരന്തപ എന്നുള്ള വിളി മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. മറ്റുള്ളതിനെയൊക്കെ തപിപ്പിക്കാൻ പോകുന്നവനെന്നാണ്.
കാരണം ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ദൃഢനിശ്ചയമുള്ളവനാണ്. അപ്പം ലക്ഷ്യബോധമുള്ളവനെ സംബന്ധിച്ച് അവൻ്റെ മുന്നിലേക്ക് വരുന്ന മാർഗത്തിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ തന്നെ അവൻ നിസ്സാരങ്ങളായി കാണും. അതിന് പോന്ന ബലമാർന്നവനാണ്, നിശ്ചയദാർഢ്യമുള്ളവനാണ്, അല്ലെങ്കിൽ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു, വിളികൊണ്ട് തന്നെ അത് ഓർമ്മിപ്പിക്കുന്നു. നമ്മളിലൊക്കെ ആ ശേഷിയുണ്ട്, സർഗശേഷിയുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അർജുന, അസ്യ ധർമ്മസ്യ, ഞാൻ പറയാൻ പോകുന്ന ഈ ജ്ഞാനത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, ധർമ്മം ശബ്ദങ്ങളൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് ധർമ്മക്ഷേത്രേ മുതൽ പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ്. എന്താണ്? ധാരണാത് ധർമ്മമിത്യാഹു. ധരിച്ചിരിക്കുന്നത് ഏതോ അതാണ് ധർമ്മം. ഈ വിശ്വത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് പറയാൻ പോവാണ്, ബ്രഹ്മമാണ്. ആത്യന്തികമായ ധർമ്മത്തിന് ബ്രഹ്മം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന അസ്യ ധർമ്മസ്യ, ഈ ജ്ഞാനത്തെ അശ്രദ്ധധാന പുരുഷാഹ, ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക്, ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ആർക്ക് ജ്ഞാനം കിട്ടുന്നു എന്നാണ്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. എന്താണ് ശ്രദ്ധ? മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ. ഈ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഗുരുവാക്യസ്യ, ഗുരുവിൻ്റെ ഉപദേശങ്ങൾ, അതിനെ സത്യബുദ്ധ്യാവധാരണ, അതിനെ വെട്ടി വിഴുങ്ങുക എന്നുള്ളതല്ല സത്യബുദ്ധ്യാവധാരണ എന്ന് പറയുന്നത്. പിന്നെയോ നന്നായി സ്വമേധ കൊണ്ട് വിശകലനം ചെയ്ത് വിചിന്തനം ചെയ്ത് നിഷ്പക്ഷമായി ഒരു പക്ഷം നിൽക്കാതെ വിചിന്തനം ചെയ്ത് ഉറപ്പുവരുത്തുന്നതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ഉണ്ടാവുന്നത് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ശ്രദ്ധ ഇല്ലാത്തവനെ കുറിച്ച് പറയുക. ഇതൊക്കെ വെറും ഒരു നേരമ്പോക്കായിട്ട് കാണുന്നവൻ. അശ്രദ്ധധാന പുരുഷാഹ, അങ്ങനെയുള്ള ആളുകൾക്ക് മാം, അവരെന്നെ അപ്രാപ്യ, പ്രാപിക്കാതെ. അപ്പം അവരെന്നെ പ്രാപിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ സത്യത്തെ ബോധിക്കാതെ, പരമമായ സത്യം എന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ അതാകുന്നു എന്നത് അനുഭവപ്പെടാതെ, അതാണ് മാം അപ്രാപ്യ എന്ന് പറഞ്ഞാൽ. അവർക്കത് ബോധ്യപ്പെടില്ല. അവരെ സംബന്ധിച്ച് എന്താണ്? അവർ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താവാണ്, ഇങ്ങനെയൊക്കെയാണ്. ഹസ്താമലകനും ശങ്കരാചാര്യരും തമ്മിലുള്ള സംവാദത്തിൽ ശങ്കരൻ്റെ ചോദ്യത്തിന് അസ്താമലകൻ്റെ ഉത്തരം എന്താ? ശങ്കരൻ ചോദിച്ചത്, നീ ആരാണ്, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, നിൻ്റെ പേരെന്താണ്, ഇതൊക്കെയാണ് ചോദിച്ചത്. അതിന് അവൻ്റെ ഉത്തരം എന്താ? നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രഹ്മചാരി ന ഗൃഹി ന വനസ്ഥഃ ന ഭിക്ഷു നിജബോധ രൂപ. ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, ബ്രഹ്മചാരിയല്ല, ഗാർഹസ്ഥ്യനല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിയല്ല. ഞാൻ ആരാണ്? ശുദ്ധബോധം. അപ്പോൾ അസ്താമലകൻ നിലയുറപ്പിച്ചിരിക്കുന്നത് എവിടെയാ? മാം. ഇവിടെ ഭഗവാൻ പറയുന്ന മാമിൽ. മറ്റതിലൊക്കെ നിലയുറപ്പിക്കുന്നത് ആരാണ്? അശ്രദ്ധധാനാഹ. അവർ മാം അപ്രാപ്യ, അവർക്ക് എന്നെ പ്രാപിക്കാൻ പറ്റില്ല. അവർ പ്രാപിക്കുന്നത് ഏതിനെയൊക്കെയാണ്? ഞാൻ ഇന്നവനാണ്, ഞാൻ അതാണ്, ഇതാണ് എന്നൊക്കെയാണ് പ്രാപിക്കുന്നത്. അതിലാണ് പ്രാപിച്ച് എന്താ പറയുക, രതിമൂത്ത് അങ്ങനെ അർമാദിക്കുന്നത്. എന്തുണ്ടാവുന്നു അവർക്ക്? മൃത്യു സംസാരവർത്തമനി നിവർത്തന്തേ. ഈ മരണം
രോഗം ഇത്യാദി വ്യാധി അഭിമാനഗ്രസ്തം ശോകഹതം ച സമസ്തം അങ്ങനെയുള്ള ഈ വട്ടത്തിൽ അവർ കടന്ന് അതിൽ നിന്ന് കറങ്ങി കറങ്ങി കിറുങ്ങി കിറുങ്ങി നടക്കും. അവർക്ക് അതിൽ നിന്ന് മോചിതരാകാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അശ്രദ്ധദാനാ, ശ്രദ്ധയില്ലാത്തതുകൊണ്ട്. ശരി, ഇത്രയും പറഞ്ഞു ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ ഗംഭീരമായ വിവരണം അങ്ങോട്ട് തുടങ്ങാൻ പോവുക. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഈ അധ്യായം 9-ാം അധ്യായമാണ്. രാജവിദ്യ, രാജഗുഹ്യം. എന്താണ് ഇവിടെ പറയാൻ പോകുന്ന രഹസ്യം? എന്താണ് ഇവിടെ പറയാൻ പോകുന്ന വിദ്യ? നോക്കാം. 4-ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതഃ. ഗംഭീര ശ്ലോകമാണ്. ഇതൊക്കെ അങ്ങോട്ട് ഉറച്ചാലുണ്ടല്ലോ പിന്നെ നമ്മളെ ഇളക്കാൻ ആർക്കും സാധിക്കില്ല. ഉറയ്ക്കണം, ഉറപ്പിക്കണം. അതാണ്, അവിടെയാണ് കളി. പിന്നെ ഇളകിപ്പോകരുത്. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും നമ്മളിടും കോൺക്രീറ്റ്. പക്ഷേ നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഇത് തേച്ച് കോൺക്രീറ്റൊക്കെ ചെയ്തു പോയി വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉറക്കില്ല. അതുകൊണ്ട് ആദ്യത്തെ നന വളരെ പ്രധാനമാണ്. ഒരു 5-6 ദിവസത്തെ നന വളരെ പ്രധാനം. അത് ചുമരൊക്കെ തേക്കുക, മതിൽ കെട്ടുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇതിനെ നന്നായി ഉറപ്പിച്ച് ഫൗണ്ടേഷൻ ഉറച്ചു കഴിഞ്ഞാലോ പിന്നെ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നനച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ ഇരുന്നോളൂ. എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത്? മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ. മയാ എന്നാൽ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന. മയ എന്നാൽ എങ്ങനെയുള്ള എന്നാൽ? അതാണ് ഗീത ഇങ്ങനെ വ്യാസർ കാച്ചി കുറുക്കി ഇതിലെ ഓരോ പദങ്ങൾക്കും ഓരോന്നിനോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംശയത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് ഗീത. മയാന്ന് വെറും മയ അല്ല. നമ്മൾ ഈ പല മയുണ്ട്. പണ്ടാരോ പറഞ്ഞു, പണ്ട് കുട്ടികളാരോ ചോദിച്ചു, എന്താണ് മാഷേ ഈ ചിന്മയ, ജഗന്മയ, മായാമയ എന്നൊക്കെ ചോദിച്ചാൽ മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, ചിന്മയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിഹ്നം ഭിന്നം പെയ്യുന്ന മയയാണ്. മായാമയ എന്ന് പറഞ്ഞാൽ മയോട് മയാണ്. ജഗന്മയ എന്ന് പറഞ്ഞാൽ ജഗത്ത് മുഴുക്കനും മയ. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ കേൾക്കും നമ്മൾ. ഒക്കെ തമാശയല്ലേ എന്ന് ചോദിച്ചാൽ ഇതിലും വലിയ കോമഡികളൊക്കെ ഉണ്ട്. അപ്പം മയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴയല്ല. മഴയും മയ എന്ന് പറയാറുണ്ട്. മയമയ കുടകുട, ആ മയയല്ല ഈ മയ. എങ്ങനെയുള്ള മയ? അവ്യക്തമൂർത്തിന മയ. അവിടെയാണ് മൂപ്പർക്കൊരു വിശേഷണമുണ്ട്. അവ്യക്തമൂർത്തിന. അവ്യക്തമൂർത്തി എന്ന് പറഞ്ഞാൽ വ്യക്തമല്ല. വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ ഉറപ്പിച്ച് പോകണം. വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ അവ്യക്തമൂർത്തിന എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമല്ല. എങ്ങനെ വ്യക്തമല്ല? എന്തുകൊണ്ട് വ്യക്തമല്ല? അങ്ങനെയാണ് വേദാന്തം ഉറപ്പിക്കുക. എന്തുകൊണ്ട് വ്യക്തമല്ല എന്നുള്ളത് കൊണ്ട് എന്നുദ്ദേശിക്കുന്നത് ഇന്ദ്രിയവേദ്യമല്ല, അത് അപ്രമേയമാണ്. അപ്പോൾ ഇന്ദ്രിയവേദ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തത്. കണ്ണുകൊണ്ട് കാണാനോ, മൂക്കുകൊണ്ട് ശ്വസിക്കാനോ, നാവ് കൊണ്ട് രുചിക്കാനോ, കാതുകൊണ്ട് കേൾക്കാനോ, ത്വക്കുകൊണ്ട് സ്പർശിക്കാനോ സാധിക്കാത്തതാകുന്നതായതുകൊണ്ട് അവ്യക്തമൂർത്തിന വ്യക്തമല്ല. അവ്യക്തമൂർത്തിന വ്യക്തമല്ലാത്ത മൂർത്തിയാൽ, അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയിട്ടുള്ള മയ എന്നാൽ ഇതം സർവം ജഗത് തതം, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നന്നായി മനസ്സിലാക്കുക, അവ്യക്തമൂർത്തിയായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത മൂർത്തിയായിട്ടുള്ള എന്നാൽ ഈ വിശ്വം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതം സർവം ഈശാവാസ്യം, ആത്മാവാസ്യം ഇതം സർവം, സർവമപി ഓംകാരമേവ. ഒന്ന് തന്നെയല്ലേ സ്വാമി? അതെ, ഒന്ന് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ലത്. ഒന്ന് തന്നെ. ഇങ്ങനെ ചേരുംപടി ചേർത്ത് വെച്ച് ഉറപ്പിക്കണം. അപ്പം ആദ്യം എന്താ പറഞ്ഞത്? അവ്യക്തമൂർത്തിന മയാ ഇതം ജഗത് സർവം ജഗത്. എന്താ ജഗത്? ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. ജായതേ ഗച്ഛതി തിഷ്ഠതി ഇവ. ആ മൂന്ന് ശബ്ദങ്ങൾ ജഗത്, ഉണ്ടായി ഇല്ലാതെയായി നിലനിന്ന്, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത്, അതാണ് ജഗത്. അപ്പം സർവം ജഗത് ഈശാവാസ്യത്തിൽ പറയുമ്പം ജഗത്യാം ജഗത്, യത് കിഞ്ച ജഗത്യാം ജഗത് ഇതം സർവം ഈശാവാസ്യം. അപ്പോൾ അവ്യക്തമൂർത്തിന മയ ഇതം സർവം ജഗത് തഥം വ്യാപൃതമായിരിക്കുന്നു. ആവട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താണ് അതിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? സർവഭൂതാനി മസ്താൻ. ഈ മസ്താൻ മസ്താൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹാജി മസ്താൻ, ചില സിനിമയിലൊക്കെ ചില മസ്താനൊക്കെ ഉണ്ട്. ആ മസ്താനല്ല. എന്തായാലും സർവഭൂതാനി, എല്ലാ പ്രപഞ്ച ഘടകങ്ങളും മത്സ്ഥാൻ എന്നിലാണ്. എന്താണ്? എന്നിലാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. മസ്താനി സർവഭൂതാനി. അഹം ച ഞാനാകട്ടെ, തേഷു അവയിൽ, ഏതിൽ? പ്രപഞ്ച ഘടകങ്ങളിൽ, ന അവസ്ഥിത ഞാൻ അതിൽ ഇരിക്കുന്നവനല്ല. ഞാൻ അതിലിരിക്കുന്നവനല്ല, മറിച്ച് അതെല്ലാം എന്നിലാണ് ഇരിക്കുന്നത്. ഞാനതിലല്ല, അതൊക്കെ എന്നിലാണ്. എന്താ പറഞ്ഞത്? അവ്യക്തമൂർത്തിയായിട്ടുള്ള എന്നാൽ ഈ പ്രപഞ്ചം സകലവും വ്യാപൃതമായിരിക്കുന്നു. അവയെല്ലാം എന്നിലിരിക്കുന്നു, ഞാൻ അതിലിരിക്കുന്നില്ല. എന്ത് പരിപാടിയത്? ഇതാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. എന്നാലേ ഈ ആത്മബോധം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലായാൽ മാത്രമേ
ശരീരത്തിലാണോ ജീവൻ, ജീവനിലാണോ ശരീരം എന്നുള്ളത് പിടികിട്ടും. നമ്മുടെ ധാരണ എന്താണ്? നമ്മുടെ ശരീരത്തിലാണ് ജീവൻ ഇരിക്കുന്നത് എന്ന്. അങ്ങനെയാണോ? അല്ല. ഇവിടെ പറയുമ്പോൾ എന്താണ്? എന്നിലാണ് അതൊക്കെ ഇരിക്കുന്നത്, ഞാൻ അതിലല്ല. നേരത്തെ ശ്രദ്ധയില്ലാത്തവന് ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ ഈ ആശയം ഇതുപോലെ അല്ലാതെ ഇതേ ആശയമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണത്? 3-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ നിന്ന് ആ മനസ്സിലാക്കലും ഈ മനസ്സിലാക്കലും, ഇതാണ് നമ്മൾ ഗീത ഒരു പല ആശയങ്ങൾ പല വിധത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഇതിനെല്ലാം എന്താണോ മുൻപ് പൂർവത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിന് ഘടകവിരുദ്ധമായിട്ടല്ല വരുന്നത്. ചിലർക്കൊക്കെ ഗീത വായിച്ചാൽ മനസ്സിലാവാത്തത് അതുകൊണ്ടാണ്. ഈ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൂടെ പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ആശ്രമത്തിൽ ഗീത നേരിട്ട് 1-ാമത്തെ ദിവസം തന്നെ ഗീത പഠിപ്പിക്കാത്തത് അതുകൊണ്ടാണ്. ആദ്യം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. നമുക്ക് ഗീത മറ്റുള്ളവർക്ക് നിങ്ങളെങ്ങനെയാണോ ഗീത മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ മുന്നിൽ ഗീത കേൾക്കാൻ വരുന്നവർക്ക് അവർക്കിത് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ വേണം ബോധിപ്പിക്കാൻ എന്ന് പഠിപ്പിച്ച അധ്യാപകന്മാർ, പഠിപ്പിച്ച ഗുരുക്കന്മാർ പറയും. അപ്പം 3-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഭഗവാൻ പറയുന്നുണ്ട്, അന്നാത് ഭവന്തി ഭൂതാൻ പർജന്യാത് അന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞ കർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്താ പറഞ്ഞത്? അന്നാത് ഭവന്തി ഭൂതാൻ. ഭൂതങ്ങൾ, പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ, ജീവജാലം, അന്നാത്, അന്നത്തിൽ നിന്നുണ്ടാകും. നമ്മളൊക്കെ അന്നത്തിൽ നിന്നുണ്ടായതാണ്. അന്നത്തിൽ നിന്നുണ്ടായി അന്നം കൊണ്ട് നിലനിന്ന് മറ്റൊന്നിൻ്റെ അന്നമായി തീരുന്നതാണ്. അപ്പോൾ മറ്റു മൃഗങ്ങൾ നേരിട്ട് ശാപ്പിട്ടാലും ശാപ്പിട്ടിട്ടില്ലെങ്കിലും വൃക്ഷങ്ങളൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എടുക്കും. മറ്റൊന്നിൻ്റെ അന്നമാണ് നമ്മൾ. അന്നം കൊണ്ട് തന്നെ നിലനിൽക്കുന്നത്. അന്നാദ്യേവ കൽവിമാനി ഭൂതാനി ജായന്തേ. അപ്പോൾ അന്നം എവിടുന്ന് ഉണ്ടാകുന്നതാണ്? പർജന്യത്തിൽ നിന്ന്, മഴയിൽ നിന്ന്, മേഘത്തിൽ നിന്നാണ്. പർജന്യാത് അന്നസംഭവ. അന്നം സംഭവിക്കുന്നത് മഴയിൽ നിന്നാണ്, മേഘത്തിൽ നിന്നാണ്. അപ്പോൾ മഴയുണ്ടാവുന്നത് എവിടുന്നാണ്? യജ്ഞാത് ഭവതി പർജന്യഃ. യജ്ഞത്തിൽ നിന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നിരത്തി സ്വാഹയാണോ? അത് മാത്രമല്ല, അതതിൻ്റെ സിംബോളിക്കായിട്ടുള്ളതാണ്. യജ്ഞത്തെ നമ്മൾ പഠിച്ചതാണ്. പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും ചേർന്നിട്ടുള്ള കൂട്ടായ യത്നമാണ് യജ്ഞം. പല ഘടകങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അപ്പോൾ യജ്ഞമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും. വൃക്ഷങ്ങൾ നമുക്ക് തരുന്നു, നമ്മൾ പുറത്ത് വിടുന്നതും മറ്റുള്ളതും ഒക്കെ അവരെടുക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വേണ്ടത് മറ്റൊരാൾ ഒഴിവാക്കിയതാണ്, പിന്നെ അവരൊഴിവാക്കുന്നതാണ് നമുക്ക് വേണ്ടത്.
ഇങ്ങനെയുള്ള കളക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. അപ്പോൾ സൂര്യൻ ഈ പറഞ്ഞ ജലകണങ്ങളെ വിഘടിപ്പിക്കുന്നുണ്ട്, സ്പേസ് അതിന് ഇടം കൊടുക്കുന്നുണ്ട്, വായു അതിനെ കൊണ്ടുപോകുന്നുണ്ട്. തണുത്തുറഞ്ഞ് മഴയായി വരുന്ന ഈ പ്രക്രിയയിൽ പ്രപഞ്ചത്തിലെ അനേക ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഘടകങ്ങളുടെ ഉൾപ്പെടലിനെയാണ് യജ്ഞം എന്ന് പറയുക. അപ്പോൾ ആ യജ്ഞത്തിൽ നിന്നാണ് എന്ത് പർജന്യം. അപ്പം അങ്ങനെയാണ് യജ്ഞം എന്തിൽ നിന്നാണ്? യജ്ഞകർമ്മ സമുദ്ഭവ. യജ്ഞം കർമ്മത്തിൽ നിന്നാണ്. എന്താണ് കർമ്മമെന്ന് 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. സൃഷ്ടി, ചലനം തന്നെ, അതിൽ നിന്നാണ് യജ്ഞം. ആ കർമ്മമോ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം, ആ ശക്തിസ്പന്ദനം, പ്രാണസ്പന്ദനം, അതാണ് നമ്മളിലുള്ള ആദ്യത്തെ ചലനം. അത് ഏതിൽ നിന്നാണ്? ബ്രഹ്മത്തിൽ നിന്നാണ്. അതോ ബ്രഹ്മാക്ഷര സമുദ്ഭവം. ബ്രഹ്മം അക്ഷരത്തിൽ നിന്ന്, അക്ഷരരഹിതമായതിൽ നിന്ന് ആണ് ബ്രഹ്മത്തിൻ്റെ ആശ്രയമായിട്ടുള്ളത്, അവിടെയാണ്. അതുകൊണ്ട് തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് എന്താണ്? എല്ലാം സർവഗതം ബ്രഹ്മ, സർവവ്യാപിയായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്നും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ ആ ശ്ലോകത്തിൻ്റെ സമാനമായത് ആദ്യം പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ അഖായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥസ ജീവതി. അർജുന, ഇങ്ങനെ ക്രമബദ്ധമായി പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ച ചക്രത്തെ, എവിടെ ഇത് തോന്നിയതുപോലെയല്ല, ഇതിനൊരു കൃത്യമായ പന്ഥാവുണ്ട്. അതിലൂടെയാണ് ഇതിങ്ങനെ നടക്കുന്നത്. ഇതൊരു പ്രക്രിയയാണ്. തോന്നുന്ന പോലെ വളരെ കൃത്യമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ബീവറേജിലെ ക്യൂ പോലെ കൃത്യമായിട്ടാണ് പോകണം. എന്തിനാ അത് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായി നടക്കുന്ന ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ആ ക്യൂവിൽ പോയി നിന്നിട്ടില്ല. ക്യൂവിൽ നിൽക്കണമെന്നില്ല, ക്യൂ മാറി നിന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ക്യൂ ആണ്. അതുപോലെ ഏവം പ്രവർത്തിതം ചക്രം, ക്രമബദ്ധമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ന അനുവർത്തയതീഹ, ആ ക്യൂ ആരാണ് തെറ്റിക്കുന്നത്? മോഹം പാർത്ഥസ ജീവതി, അവൻ്റെ കാര്യം പോക്കാന്നാ. അവിടെ അതെ, ക്യൂ തെറ്റിച്ചാൽ അവൻ്റെ കാര്യം പോക്കാ, അവൻ്റെ ജീവിതം വ്യർത്ഥമാണെന്നാ. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്തു പറഞ്ഞു? അശ്രദ്ധാനാ പുരുഷാഹ, അവനെന്താണ്? പുനരാവർത്തിനഃ എന്ന്. അപ്പം ഈ ജീവജാലങ്ങൾ മഴയിൽ നിന്നുണ്ടായി, ഇങ്ങനെ ഓരോന്നോരോന്നും ഏതിൽ പ്രതിഷ്ഠിതമാണ്? ബ്രഹ്മത്തിൽ. എല്ലാം അതിലാണ്. അത് ഇതിലാണോ? അല്ല. ഇരിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഇങ്ങനെ പറയുന്നത്? ഇത് യുക്തിഭദ്രമാണ്. ഇവിടെയാണ് നമ്മൾ ഈ യുക്തിവാദവും യുക്തിചിന്തയും ഒക്കെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് വേദാന്തത്തിനോളം യുക്തിചിന്ത നമ്മളീ പറയുന്ന യുക്തിചിന്തയിലൊന്നും ഇല്ല. കാരണം വേദാന്തം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെപ്പോഴും അത് മറ്റൊരു വിധത്തിലുള്ള ദോഷങ്ങൾ അതിൽ വന്നുകൂടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? മയാ തദമിതം സർവം. എങ്ങനെയുള്ള ജഗത് അവ്യക്തമൂർത്തിനാ മയാ, അവ്യക്തമൂർത്തിയായിട്ടുള്ള എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപൃതമായിരിക്കുന്നു. അതെല്ലാം തന്നെ മസ്താനി സർവഭൂതാനി, സർവഭൂതാനി മത്സ്ഥാനി.
എല്ലാ ഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലില്ല. അതായത് മറ്റു പലതും നശിക്കുമ്പോൾ ആർക്ക് നാശമില്ല? ഈ പറഞ്ഞ എനിക്ക് നാശമില്ല. ഞാൻ ആരാണ്? അവ്യയനാണ്, അച്യുതനാണ്, നാശരഹിതനാണ്. അതെല്ലാം എന്നിലാണ്, ഞാൻ അതിലല്ല. ഞാൻ അതിലാണെങ്കിൽ അത് തന്നെ ഇല്ലാണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ പാട്ടുണ്ടല്ലോ, നമ്മൾ ഒരു സിനിമാ പാട്ട് വളരെ മനോഹരമായിട്ടുള്ള ഭക്തിഗാനമായിട്ട് നമ്മൾ ചൊല്ലാറില്ലേ, കേൾക്കാറില്ലേ? ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നതും അങ്ങനെയാണല്ലോ. അതിൽ വലിയൊരു അബദ്ധമുണ്ട്. വ്യക്തമല്ല, പൂർണ്ണമല്ല ആശയം. എന്താ പാട്ട്? ഏതാണ്? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനാം. അപ്പം നമ്മളതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മണ്ണിൽ, വിണ്ണിൽ, തൂണിൽ, തുരുമ്പിൽ ഒക്കെ ആരുണ്ട്? ദൈവം ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രഹ്ലാദൻ നാടകത്തിലല്ല, ഭാഗവതത്തിൽ, മഹാഭാരതത്തിലൊക്കെ, നമ്മുടെ കഥയിൽ, പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ പ്രഹ്ലാദനോട് ഇങ്ങനെ ചോദിച്ച സമയത്ത്, എവിടാ നിന്റെ നാരായണൻ, കാണട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് ഗദ എടുത്ത് അടി തുടങ്ങി. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ നാരായണൻ എല്ലായിടത്തും ഉണ്ട്, അതില്ലാത്ത ഇടമില്ല. അങ്ങനെയാണ് തൂണിന് കൊടുത്തിട്ട് ഒരു ഗദ കൊണ്ടൊരു അടി കൊടുത്തത്. അപ്പം എന്താ, തൂണ് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് നരസിംഹരൂപേണ ഭഗവാൻ പുറത്തിയാടി. ഒരിക്കൽ ഈ നാടകം പരിപാടി അമ്പലത്തിൽ നടക്കുക, നരസിംഹാവതാരം. അപ്പം നാടകമല്ലേ. അപ്പോൾ വലിയൊരു തൂണുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ തൂണ്. ഈ തൂണിനെങ്ങനെ രണ്ടാക്കി ഒട്ടിച്ചു വെക്കുന്നതാണ്. അപ്പം നരസിംഹത്തിൻ്റെ വേഷം കെട്ടിയിട്ട് അയാൾ ആ തൂണിൻ്റെ ഉള്ളിലുണ്ട്. ഈ അടിക്കുന്ന വിദ്വാൻ അറിയാം ഏത് തൂണാണ് അടിക്കേണ്ടത്. അപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക. അപ്പോൾ പ്രഹ്ലാദനും തമ്മിലുള്ള സംവാദമാണല്ലോ. അപ്പം നാടകത്തിൽ ഈ കഥയിൽ അച്ഛനും മോനും എന്ന പോലെ തന്നെ നമ്മുടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഇവന്മാരാണല്ലോ നാരായണൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ്, അക്ഷയ് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. സ്വർണത്തിലേക്ക് കണ്ണ് വെച്ചവനൊക്കെ ഹിരണ്യാക്ഷനാണ്. സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്നൊക്കെ പറഞ്ഞ് പാടി നടക്കുന്നില്ലേ, ഒക്കെ ഹിരണ്യാക്ഷന്മാരാണ്. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാലോ, കശിപു എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്ന മഞ്ചൽ, കട്ടിൽ, തലയിണ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. നമ്മൾ വിശ്രമം കൊള്ളുന്ന ഇടമാണ് കശിപു. എന്താ ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ അതിൽ തലചായ്ച്ചുറങ്ങുന്നവനാണ്. സ്വർണത്തിൽ അസുരനാണ്. അസുര രാജാക്കന്മാരായി വരും. അപ്പം ഈ നാടകത്തിൽ ശരിക്കും അച്ഛനും മോനുമാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നത്.
അപ്പം ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതിലാണ് മാമൻ ഇരിക്കും, മാമനാണ് നരസിംഹം. അപ്പോൾ നാടകം തുടങ്ങി. നാടകത്തിൽ ഡയലോഗ് ഇതേപോലെ, എവിടെടാ നിൻ്റെ നാരായണൻ, എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവനാണെങ്കിൽ ഈ നരസിംഹം കൊണ്ട് പുറത്തിയാടുന്നത് കാണാനും ഇതിനൊക്കെ ഭയങ്കര ഉത്സാഹം. കുട്ടികളല്ലേ, പാവം, നിഷ്കളങ്കരല്ലേ. ഇതിലുണ്ടോ, ഈ തൂണിലുണ്ടോ എന്ന് ഒരു തൂണ് ചൂണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ ഉത്തരം പറയാ, അച്ഛാ അതിലല്ല, ഇതിലടി, മാമൻ ഇപ്പം ചാടും പുറത്ത്, ഇതിലടിയെന്ന്. നാടകത്തിൽ, മറ്റേ കഥയിൽ അങ്ങനെയല്ല. അപ്പം അതിലടിക്കച്ചാ, ഇതിലടിച്ചാൽ മാമൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പുറത്തിയാടുന്നു പറയും. അപ്പം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഈ പറഞ്ഞ നരസിംഹ രൂപത്തിലൊക്കെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണോ ഇവൻ? അങ്ങനെയാണെങ്കിൽ എന്താ ദോഷം? വേദാന്തപ്രകാരം ദോഷമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പറയുമല്ലോ, സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണ്. അങ്ങനെ സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയായിരിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലർ. ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ സർവവ്യാപിയായിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ദോഷമുണ്ട്. എന്താ ദോഷം എന്നാണെങ്കിൽ, ഈ ഉപ്പ് സർവവ്യാപിയായിരിക്കുന്നത് സമുദ്രജലത്തിൻ്റെ ഔദാര്യത്തിലാണ്. ഉപ്പിന് ഇടം കൊടുത്തതാരാണ്? ജലമാണ്. ജലത്തെ ആശ്രയിച്ചാണ് ഉപ്പ് നിലനിൽക്കുന്നത്. ജലത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഉപ്പിന് എന്തില്ല? നിലനിൽപ്പില്ല. അങ്ങനെ ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഇവന് ഇരിക്കുമ്പോൾ ഈ ദൈവം ഒരു വാടകക്കാരനാണ്, ഹൗസ് ഓണർ വേറെയാണ്. അപ്പം ഇവിടെ ആ ദോഷമില്ല. അപ്പം ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയുമ്പം നമ്മളും ഈശ്വരൻ ഇങ്ങനെ എല്ലാറ്റിലും ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വസ്തുക്കളിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു ഈശ്വരൻ ഏതോ ഒരു രൂപത്തിൽ അവിടെ ഇരിക്കുന്നു, കേൾക്കുന്നു, കാണുന്നു എന്നൊക്കെ ഉള്ളതാണ്. ആ അറിവ് അപൂർണമാണ്. അപൂർണമെന്ന് മാത്രമല്ല, അത് തെറ്റായിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള ദോഷങ്ങൾ വരാതിരിക്കാനാണ് ഗീത ഇത്ര സ്പഷ്ടമായിട്ട് അതിമനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസും കൂടി ആവുന്നത്. എന്തെങ്കിലും അങ്ങോട്ട് വളവളാന്ന് പറഞ്ഞ് പറയുന്നതല്ല ഇത്. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിത. തുടർന്നോ, നചമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവന. അതിഗംഭീര ശ്ലോകം. ഇതിൻ്റെ തുടർച്ച ഭഗവാൻ പറഞ്ഞു, അർജുന ഇത് നാളെ നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.